എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ദൈവനാമത്തിൽ സ്വാഗതം. സാത്താൻ ഒരു ത്രിമൂർത്തി ശക്തിയാണോ എന്നുള്ള ചോദ്യത്തോടു കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത്. പലപ്പോഴും പല മേഖലകളിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണ്. അതിന് കാരണം ഇതാണ്: ദൈവം തൃത്വത്തിൽ വസിക്കുന്നു എന്ന ഒരു വസ്തുത നമുക്കറിയാം. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് തൃത്വം ആയിരിക്കുമ്പോൾ തന്നെ ഏകസത്യ ദൈവം ഏകത്വത്തിൽ വസിക്കുന്നു എന്ന സത്യത്തെയാണ് ദൈവം വെളിപ്പെടുത്തുന്നത്. അങ്ങനെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഈ മൂന്ന് നിലകളിലും ദൈവത്വം മനുഷ്യരുടെ ഇടയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് വളരെ വ്യക്തമായി ബൈബിൾ പഠിക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യമാണ്. അതുമാത്രമല്ല, യേശു ക്രിസ്തു പുത്രൻ എന്നുള്ള നിലയിലും പരിശുദ്ധാത്മാവ് കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന കാര്യസ്ഥൻ എന്നുള്ള നിലയിലും പിതാവായ ദൈവം അതെല്ലാം ഒരുപോലെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു ഏകത്വ സ്വഭാവത്തിലാണ് ദൈവത്തിൻ്റെ ശക്തി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ എല്ലാം മുന്നോട്ട് പോകുന്നത്. എന്നാൽ അതിന് വിപരീതമായി പ്രവർത്തിക്കുന്ന ശക്തിയാണ് സാത്താന്യ ശക്തി. ഈ സാത്താൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ കാര്യങ്ങളെ അനുകരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു പ്രച്ഛന്ന വേഷമാണ് എപ്പോഴും സാത്താൻ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സാത്താന് കള്ളപ്രവാചകൻ, മൃഗം, അന്തിക്രിസ്തു എന്നീ മൂന്ന് നാമങ്ങളിൽ വെളിപ്പെടുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ അതും ഒരു ഏകത്വമാണ്. ഇതിൻ്റെ പിന്നിൽ ഉള്ള ശക്തി എന്ന് പറയുന്നത് സാത്താന്യ ശക്തിയാണ്. എന്നാൽ പലപ്പോഴും ദൈവം ചെയ്യുന്ന കാര്യങ്ങളെ അനുകരിച്ചുകൊണ്ട് ലോകത്തിലുള്ള മനുഷ്യരെ കബളിപ്പിച്ച് നാശത്തിലേക്ക് നയിക്കുന്ന സ്വഭാവമാണ് ഈ പിശാചിന് അല്ലെങ്കിൽ സാത്താനുള്ളത്. ആദ്യം മുതലേ സാത്താൻ അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ ദൈവത്തിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. എന്നാൽ സാത്താനെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടി നടത്തുവാനോ അല്ലെങ്കിൽ മനുഷ്യർക്ക് ജീവൻ നൽകുവാനോ കഴിയുന്ന ഒരു ശക്തിയല്ല. എന്നാൽ ദൈവത്തിൻ്റെ മകനെന്നുള്ള നിലയിൽ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ വഞ്ചിക്കുകയും പാപത്തിൽ വീഴ്ത്തുകയും അതിനുശേഷം ഭൂമിയിൽ മനുഷ്യനെ എപ്പോഴും ദൈവത്തോട് അടുക്കുന്നതിൽ നിന്ന് മാറ്റി നിർത്തുവാൻ അല്ലെങ്കിൽ പാപത്തിൻ്റെ ശക്തികളെ പ്രേരിപ്പിച്ചുകൊണ്ട് സാത്താൻ മുന്നോട്ട് പോവുകയാണ്. എന്നാൽ ഈ സാത്താൻ്റെ ശിക്ഷ ദൈവം ഒരുക്കിയിട്ടുണ്ട്. അതിനുള്ള സമയങ്ങൾ ഇതുവരെയും ആയിട്ടില്ല എന്നതുകൊണ്ട് സാത്താനെ ഒടുക്കിക്കളയുന്ന സമയം വന്നുകൊണ്ടിരിക്കുകയാണ്. എപ്പോൾ കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് വരുമ്പോൾ സാത്താന്യ ശക്തികളെയെല്ലാം നിർമ്മാർജ്ജനം ചെയ്യുവാൻ അല്ലെങ്കിൽ നരകത്തിലേക്കുള്ള വിധിക്കപ്പെട്ട അവൻ്റെ നിത്യമായ ശിക്ഷയിലേക്ക് തള്ളപ്പെടുവാനുള്ള കാലത്തിലേക്ക് പോകുകയാണ്. അതുവരെയും മനുഷ്യരുടെ ഇടയിൽ ശക്തമായി പല രൂപത്തിലും പാപത്തിലും സാത്താൻ പ്രവർത്തിക്കുകയാണ്. യേശു ക്രിസ്തു ഭൂമിയിൽ ജനിച്ചപ്പോൾ ഇവിടെ അന്തിക്രിസ്തു എന്ന പേരിൽ സാത്താൻ അതിൻ്റെ നാമം ഉച്ചരിക്കുകയും ആ നിലയിൽ ഇവിടെ പ്രവർത്തിക്കുകയും ചെയ്യുകയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ക്രിസ്തു എന്ന പേരിലാണ്, വ്യാജഭാവേനയാണ് മനുഷ്യരുടെ ഇടയിൽ ഇവൻ പ്രവർത്തിക്കുന്നത്. ഒരിക്കലും അന്തിക്രിസ്തു അല്ലെങ്കിൽ എതിർ ക്രിസ്തുവല്ല എന്നുള്ളതാണ്. അവൻ ആ പേര് സ്വീകരിക്കുന്ന വ്യാജമായിട്ടാണ്. ഈ വ്യക്തി പലപ്പോഴും വ്യാജത്തോടുകൂടെ, വഞ്ചനയോടുകൂടെ മനുഷ്യ സമൂഹത്തിലേക്ക് വന്ന് ദൈവിക കാര്യങ്ങളെയും യേശുക്രിസ്തു ഭൂമിയിൽ മനുഷ്യൻ്റെ പാപത്തിനുള്ള പാപക്ഷമയും നിത്യരക്ഷയും നൽകുവാനായി ക്രൂശിൽ മരിക്കുകയും ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് മടങ്ങി വരികയും ചെയ്യുവാനിരിക്കുന്നു. എന്നാൽ ഈ വസ്തുത പൂർണ്ണമായും തെറ്റാണെന്നും വ്യാജമാണെന്നും പ്രചരിപ്പിച്ചുകൊണ്ട് ലോകത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളെയും സാത്താൻ്റെ അടിമയാക്കി വച്ചിരിക്കുകയാണ്. ഈ സാത്താനെക്കുറിച്ച്, ഇതിൻ്റെ പല ഭാവങ്ങളെക്കുറിച്ച് നമുക്ക് ബൈബിളിൽ ധാരാളമായ തെളിവുകളുണ്ട്. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ ആരംഭം ഇങ്ങനെയാണ്: അപ്പോൾ 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രാജമുടിയും, തലയിൽ ദൂഷണ നാമങ്ങളുമുള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അതായത് ഒരു മൃഗം അത് സമുദ്രത്തിൽ നിന്ന് കയറി വരികയാണ്. ഇതിൻ്റെ അർത്ഥം എന്താണെന്നാൽ, ഇതിൻ്റെ വ്യാഖ്യാനം, സമുദ്രം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ മധ്യത്തിൽ നിന്ന്
ഈ എതിർ ക്രിസ്തു മനുഷ്യരുടെ ഇടയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അത് മൃഗം എന്ന് പറയുന്നത് അങ്ങനെയൊരു പാപം അവൻ എടുക്കുകയും ഒരു മനുഷ്യരുടെ ഇടയിൽ നല്ലവനെന്ന് നടിച്ച്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന രാഷ്ട്രീയ നേതാക്കളോ മത നേതാക്കളോ ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ തന്നെയാണ് ഈ ഭാവം എടുത്തുകൊണ്ട് മനുഷ്യരുടെ ഇടയിലേക്ക് ഒരു നേതാവായി വരുന്നത്. ഇതിന് 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രാജമുടിയും, തലയിൽ ദൂഷണനാമമുള്ള മൃഗം. അതായത് ചില സംഖ്യകൾ പറയുന്നുണ്ട്, അതിന് 10 കൊമ്പുകളുണ്ട്. ഈ 10 കൊമ്പുകൾ എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ അനുയായികളായി മറ്റ് ചില നേതാക്കന്മാരെ എഴുന്നേൽപ്പിക്കുകയാണ്. അവരും ഇവന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. നമുക്കറിയാം, യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ ശിഷ്യന്മാരുണ്ടായിരുന്നു. ആ ശിഷ്യന്മാർ യേശുക്രിസ്തു പഠിപ്പിച്ച ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെയും അല്ലെങ്കിൽ സത്യവചനങ്ങളെയൊക്കെ പ്രസംഗിച്ചുകൊണ്ട് മാനസാന്തരം പ്രസംഗിച്ച് പാപികൾക്ക് മോചനം നൽകുവാൻ യേശുക്രിസ്തു അയച്ചു. അതുപോലെ തന്നെ അന്തിക്രിസ്തുവും ചില ശിഷ്യന്മാരെ എഴുന്നേൽപ്പിക്കുകയും ലോകത്തെല്ലായിടത്തും കള്ളപ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് ഈ സത്യവിശ്വാസത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുക, ആരും യേശുവിനെ കൈക്കൊള്ളാതിരിക്കേണ്ടതിന് അവൻ്റെ ഹൃദയം അടച്ചു കളയത്തക്ക നിലയിലുള്ള ദുഷ്പ്രചരണങ്ങൾ നടത്തി വലിയ എതിർ പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ഞാനാണ് ദൈവമെന്നും ഞങ്ങളുടെ ശിഷ്യന്മാരാണ് യഥാർത്ഥമായി സത്യങ്ങളെല്ലാം പ്രചരിപ്പിക്കുന്നതെന്നും ഈ ക്രിസ്തുവിൻ്റെ സുവിശേഷവും ക്രിസ്തുവിൻ്റെ ദൈവരാജ്യവുമൊക്കെ അത് വാസ്തവമല്ലെന്നും പ്രചരിപ്പിച്ചുകൊണ്ട് ലോകത്തിൽ അങ്ങോളം ഇങ്ങോളം ചുറ്റി നടക്കുകയാണ്. നമുക്കറിയാം, ദൈവത്തിന് ദൂതന്മാരുണ്ട്, അതുപോലെ തന്നെ പിശാചുക്കൾക്കും ദൂതന്മാരുണ്ട്. അവൻ്റെ അനുയായികൾ ലോകം മുഴുവൻ ചുറ്റി നടക്കുകയാണ്. എന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഇതിങ്ങനെ ഒരു അപൂർവ രൂപിയായിട്ടല്ല വരുന്നത്. സാത്താൻ്റെ ശക്തി ഒരു ദുരാത്മ ശക്തി തന്നെയാണ്. മനുഷ്യഹൃദയങ്ങളിൽ പ്രവേശിച്ച് അത് മറ്റുള്ളവരിലേക്ക് വ്യാപരിക്കപ്പെട്ട ദുരാത്മാവിനാൽ എഴുന്നേൽക്കുന്ന ഇവൻ്റെ ശിങ്കിടികളാണ് ഈ പറയുന്ന സാത്താൻ്റെ ദൂതന്മാരും സാത്താൻ്റെ ശിഷ്യന്മാരും. അതുപോലെ തന്നെ കള്ളപ്രവാചകൻ എന്ന് പറഞ്ഞൊരു വ്യക്തി വരും. നമുക്കറിയാം, യേശുക്രിസ്തുവിനെ വഴിയൊരുക്കുവാൻ യോഹന്നാൻ സ്നാപകൻ ഈ ഭൂമിയിലേക്ക് വന്നു. അതുപോലെ തന്നെ അന്തിക്രിസ്തു വരാൻ പോകുന്നു, രാജാവ് വരാൻ പോകുന്നു എന്നതിന് മുമ്പിൽ തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനുഷ്യരെ തെറ്റിക്കുന്ന ഒരു കള്ളപ്രവാചകൻ എഴുന്നേൽക്കും. ഇവരെല്ലാം മനുഷ്യരിൽ നിന്നുള്ള ആളുകൾ തന്നെയാണ്. അവരെഴുന്നേറ്റ് വരുന്നത് സമുദ്രത്തിൽ നിന്നാണ് എന്നൊക്കെ നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. ഈ സമുദ്രം എന്ന് പറയുന്നത് ജനസമൂഹമാണ്. നമ്മൾ ബൈബിളിൽ സഭാപ്രസംഗിയിൽ വായിക്കുന്നുണ്ട്, നിൻ്റെ അപ്പത്തെ വെള്ളത്തിലേക്ക് എറിയുക, ഏറെ നാളുകൾക്ക് ശേഷം അത് മടക്കി കിട്ടും. ഈ വെള്ളമെന്ന് പറയുന്നത് മനുഷ്യരാണ്. വലിയ മനുഷ്യ സമൂഹത്തിലേക്ക് ദൈവത്തിൻ്റെ വചനം വിതയ്ക്കപ്പെടുന്നു എന്നുള്ളതാണ് അപ്പം എറിയുക എന്നുദ്ദേശിക്കുന്നത്. അപ്പോൾ ബൈബിളിൽ പലപ്പോഴും നമ്മൾ ഈ സമുദ്രം എന്ന് കാണുന്നത് മനുഷ്യരുടെ ഒരു വലിയ സംഖ്യയാണ് നമുക്ക് കാണുവാനായിട്ട് മനസ്സിലാക്കുവാനായി സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ ജനസമൂഹത്തിലേക്ക് ഈ വഞ്ചകനായ പിശാചിൻ്റെ പ്രവർത്തനങ്ങളുമായി ഇവിടെ ജീവിച്ചിരിക്കുന്ന മനുഷ്യർ തന്നെയാണ് ഈ പ്രവർത്തനമായി വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പല ആളുകളും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ലോക നേതാക്കളായിട്ടുള്ള അല്ലെങ്കിൽ സമുദായ നേതാക്കൾ അല്ലെങ്കിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവർ തന്നെ എതിർ ക്രിസ്തുവായിട്ട് രൂപാന്തരപ്പെടുത്തു വരാം എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ അത് ഇന്നാര് വരും ആര് വരും ആ പേരൊന്നും വ്യക്തമായി ബൈബിളിൽ കാണുന്നില്ല. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ജനങ്ങളാൽ ആദരിക്കപ്പെടുന്നതും അറിയപ്പെടുന്നതുമായ ഒരു വ്യക്തിത്വമായിരിക്കും വരുന്നത്. അവർക്ക് ജനങ്ങളെ സ്വാധീനിക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ ക്രിസ്തു സഭയെയും ദൈവജനത്തെയും തകർത്ത് കളയുന്ന സ്വഭാവമാണ് ഈ എതിർ ക്രിസ്തുവിനുള്ളത്. അവൻ പല രൂപത്തിലും ഭാവത്തിലും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇനി അവൻ്റെ ചെയ്തികൾ പ്രവർത്തനങ്ങൾ അധികാലം മുന്നോട്ടില്ല, കാലം അവസാനിക്കുകയാണ്. അതുകൊണ്ടാണ് യുദ്ധങ്ങളും യുദ്ധഭീഷണികളും ഒക്കെ ഉണ്ട്. ഇതിൻ്റെയൊക്കെ പുറകിൽ പ്രവർത്തിക്കുന്നത് ഈ സാത്താന്യ ശക്തി തന്നെയാണ്. നമ്മൾ വിചാരിക്കും അത് ഇസ്രായേൽ ആയിട്ടുള്ള യഹൂദൻ്റെ നോട് ഇതിന് പ്രയോഗിക്കാൻ പറ്റില്ല. എല്ലാ മനുഷ്യരുടെ ഇടയിലും അതിൻ്റെ ശക്തി പ്രയോഗിക്കുവാൻ കഴിയും. അതിൻ്റെ വഞ്ചനാപരമായ അല്ലെങ്കിൽ അധാർമികതയിലേക്ക് നയിക്കുവാൻ എല്ലാ മനുഷ്യരിലും ഇടപെടാൻ കഴിയുന്ന ഒരു ശക്തി അല്ലെങ്കിൽ ഒരു ദുരാത്മാവ് ഈ പിശാചിലുണ്ട്. അതിനെ ത്രിമൂർത്തി എന്ന് പറയാൻ കഴിയുകയില്ല. എന്നാൽ 3 ഭാവങ്ങൾ മാത്രമല്ല, അതിന് ധാരാളം ഭാവങ്ങൾ ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ഒരു ദൈവത്തിന് എപ്പോഴും എതിരാളിയായി പ്രവർത്തിക്കുന്ന മഹാശക്തിയാണ്
ഈ ശക്തിയെ ദൈവം ഒടുക്കിക്കളയും. ഇതിന് ശിക്ഷ വിധിച്ചിട്ടുണ്ട്. നിത്യനരകമാണ് അതിൻ്റെ ശിക്ഷ. പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് മനുഷ്യരും പോകണം. മനുഷ്യരെല്ലാവരും ആദ്യത്തെ മനുഷ്യൻ പാപം ചെയ്തതോടുകൂടെ ശിക്ഷാവധിയിൽ അകപ്പെട്ട് പിശാചിൻ്റെ അടിമകളായി ജീവിക്കുകയാണ്. ഈ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുവാൻ യേശുക്രിസ്തു ലോകത്തിലേക്ക് വരികയും പാപപരിഹാരത്തിനു വേണ്ടി താൻ ക്രൂശിൽ മരിച്ച് യാഗമർപ്പിച്ച് ആ പാപം നിവൃത്തി വരുത്തിയിട്ടുണ്ട്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. നിത്യജീവൻ ലഭിക്കുന്ന ദൈവമക്കളായിത്തീരുന്ന എല്ലാ ദൈവജനവും സ്വർഗത്തിലേക്ക് നിത്യമായി വസിക്കുവാനുള്ള എല്ലാ ക്രമീകരണങ്ങളും സ്വർഗത്തിലെ ദൈവം നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഈ പിശാചിൻ്റെ വഞ്ചനയിൽ കുടുങ്ങിപ്പോകാതെ മാനസാന്തരപ്പെട്ട് ദൈവത്തിൽ വിശ്വസിച്ച് ദൈവമക്കളായി ദൈവത്തിൻ്റെ എല്ലാ അവകാശവും സ്വർഗത്തിൻ്റെ അംഗീകാരവും ലഭിക്കുവാനുള്ള വഴി തുറന്നിട്ടുണ്ട്. അത് മനസ്സിലാക്കി യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിച്ച് ദൈവമക്കളായി തീരാം എന്ന് ദൈവവചനം വ്യക്തമായി പ്രഖ്യാപിക്കുകയാണ്. ഇനിയും ഈ അന്തിക്രിസ്തു, അതുപോലെ തന്നെ കള്ളപ്രവാചകൻ, മൃഗം, അവൻ്റെ അനുയായികൾ തുടങ്ങിയ ഓരോരുത്തരുടെയും പേരുകളെ വ്യാഖ്യാനിച്ച് വളരെ ലളിതമായി നിങ്ങൾക്ക് കേൾക്കുവാനുള്ള സാവകാശം ലഭിക്കും. അതിനായി ഞങ്ങൾ തയ്യാറായി ഇരിക്കുകയാണ്. തുടർന്നും ഈ വീഡിയോകൾ ശ്രദ്ധിക്കുവാൻ ഏവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.